ബി.ജെ.പി. സർക്കാരിന്റെ കപട കർഷക സ്നേഹത്തിന്റെയും ഭക്തിയുടെയും മുഖംമൂടികൾ ഓരോന്നോരോന്നായിട്ട് അഴിഞ്ഞു വീഴുകയാണ്. ഭക്തിയുടെ മറവിൽ അയോധ്യ കൊള്ളയടിച്ചപ്പോൾ കൃഷിയുടെ പേരിൽ സബ്സിഡി വാരിക്കൂട്ടിയാണ് കേന്ദ്രമന്ത്രി ഞെട്ടിച്ചത്. സാധാരണക്കാരായ കർഷകർ ഒരു തുണ്ട് ഭൂമിയിൽ കൃഷി ചെയ്യാൻ ബാങ്ക് വായ്പകൾ കിട്ടാതെ കടക്കണിയിലായി ആത്മഹത്യ ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇതേ രാജ്യത്ത് കേന്ദ്രത്തിലെ ഒരു ബി.ജെ.പി. മന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും ചേർന്ന് പച്ചക്കറി കൃഷിയുടെ പേരിൽ മാത്രം തട്ടിയെടുത്തത് കോടിക്കണക്കിന് രൂപയാണ്. അതും സർക്കാർ ഖജനാവിൽ നിന്നും. നമ്മൾ അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നും സബ്സിഡി ആയിട്ടായിരുന്നു ഈ മന്ത്രി പണം മുക്കിയത്. ഇതൊരു വല്ലാത്ത കൃഷി തന്നെയാണെന്നാണ് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നത്. കേന്ദ്ര കൃഷി സഹമന്ത്രിയായ ഭഗീരൻ ചൗധരിക്കെതിരെയാണ് ഈ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നുമുള്ള ബി.ജെ.പി. എം.പിയാണ് ഇദ്ദേഹം. മന്ത്രിയുടെ കുടുംബം സ്വന്തം തോട്ടത്തിൽ നടത്തിയ വെള്ളരിക്ക കൃഷിക്കാണ് ഈ 1 കോടി രൂപ സബ്സിഡി ഇനത്തിൽ കൈക്കലാക്കിയത്. രാജ്യം ഭരിക്കുന്ന ബി.ജെ.പി. സർക്കാരിന്റെ ധാർമ്മികത എത്രത്തോളം അധപ്പതിച്ചു എന്നതിന്റെ ചിത്രമാണിത്. പച്ചക്കറി കൃഷി പരിപോഷിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നൽകുന്ന പരമാവധി സബ്സിഡി തുകയാണ് 1 കോടി രൂപ. ആ പരമാവധി തുക തന്നെ സ്വന്തം പദവി ഉപയോഗിച്ച മന്ത്രി തന്റെ കുടുംബത്തിലേക്ക് മാറ്റിയെടുത്തു. ഏറ്റവും ഗുരുതരമായ വിഷയം എന്തെന്നാൽ ഈ സബ്സിഡി തുകകൾ അനുവദിക്കുന്ന ബോർഡിന്റെ ഉപാധ്യക്ഷൻ കൂടിയാണ് ഈ കേന്ദ്രമന്ത്രി എന്നുള്ളതാണ്. അതായത് പണം അനുവദിക്കുന്ന മന്ത്രി കസേരയിൽ ഇരിക്കുന്ന മന്ത്രി തന്നെയാണ് പണം എടുത്തത് എന്ന്. അത് വാങ്ങിയെടുക്കുന്നത് മന്ത്രിയുടെ കുടുംബവുമാണ്. ഇതിലും വലിയ അഴിമതി വേറെ എന്തുണ്ട്? ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, ഇതിന് വ്യക്തമായ തെളിവുകളുമുണ്ട്. മന്ത്രിയുടെ പച്ചക്കറി തോട്ടത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഔദ്യോഗിക ബോർഡിൽ കൃഷിയുടെ വിവരങ്ങൾക്കൊപ്പം ഭഗീരൻ ചൗധരിയുടെ 1 കോടി രൂപ സബ്സിഡി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വശത്ത് സാധാരണ കർഷകന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ മറുവശത്ത് അധികാരത്തിന്റെ മുകളിലിരിക്കുന്ന ബി.ജെ.പി. നേതാക്കൾ കോടികളുടെ ആനുകൂല്യങ്ങൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്. ഞാൻ അഴിമതി നടത്തില്ല, ആരെയും അഴിമതി നടത്താൻ അനുവദിക്കില്ല എന്ന് നിരന്തരം പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂക്കിനു താഴെയാണ് അദ്ദേഹത്തിന്റെ ഈ മന്ത്രിസഭയിലെ അംഗം ഈ കൊള്ള നടത്തിയത്. അഴിമതിരഹിത ഭരണമെന്ന് വിളിച്ചു പറയുന്ന ബി.ജെ.പിയുടെ പൊള്ളത്തരം ഇവിടെ പൂർണ്ണമായിട്ടും പൊളിഞ്ഞു വീഴുകയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞാണ് ബി.ജെ.പി. ഓരോ തവണയും അധികാരത്തിൽ വരുന്നത്. കർഷക സമരങ്ങളിൽ 100 കണക്കിന് കർഷകർ തെരുവിൽ ജീവൻ വെടിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കാത്ത കേന്ദ്ര സർക്കാരാണ് സ്വന്തം മന്ത്രിമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ കർഷക ക്ഷേമ ഫണ്ടുകൾ വഴിതിരിച്ചുവിടുന്നത്. രാജ്യത്തെ യഥാർത്ഥ കർഷകരെയും പൊതുജനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. സ്വന്തം വകുപ്പിൽ നിന്നും കോടികളുടെ സബ്സിഡി സ്വന്തം കുടുംബത്തിന് അനുവദിച്ച ഈ മന്ത്രിയെ പുറത്താക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്.